Clinic brought to you by NMC Medical Center, Sharjah, Ajman and Ras Al Khaimah. Delivering personalized care that matters. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവാണ്. ഇന്ന് നമ്മളുടെ കൂടെ NMC മെഡിക്കൽ സെന്റർ ബുഹൈറയിൽ നിന്ന് ഡോക്ടർ ലേഖ് ആണ് ജോയിൻ ചെയ്യുന്നത്. നല്ല പേരല്ലേ, ഡോക്ടർ ലേഖ് പിള്ളൈ വിജയകുമാർ. അപ്പം ഇന്ന് നമ്മളുടെ കൂടെ അദ്ദേഹമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഇപ്പം നമ്മൾ പൊതുവെ എപ്പോഴും ഇപ്പോൾ പേടിക്കുന്ന ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന സംഗതികളെ വല്ലാണ്ട് ആൾക്കാർ പേടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ്പിഡാണ്. പക്ഷേ പിന്നീട് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഇൻടേക്കിലൂടെ വീണ്ടും ഇത് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് വായിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു കൊളസ്ട്രോൾ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്, താങ്ക് യു ഫോർ ഹാവിങ് മീ. ഈ കൊളസ്ട്രോൾ പറഞ്ഞ ഈ സംഭവം നമ്മുടെ ബോഡിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പം നിങ്ങൾ ഒരു ജനറൽ പ്രാക്ടീഷണറോ ആരുടെ കൂടെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ പറഞ്ഞിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് ചെയ്തിട്ട് മനസ്സിലാവും നിങ്ങളുടെ LDL ലെവൽസ്, HDL ലെവലൊക്കെ എന്താണ്. അപ്പോൾ ജനറൽ പ്രാക്ടീഷണർ വന്നിട്ട് പറയും ഇത് നിങ്ങളുടെ ഗുഡ് കൊളസ്ട്രോളാണ്, ബാഡ് കൊളസ്ട്രോളാണ്. ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കണം, ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടണം. പക്ഷേ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നമ്മുടെ ബോഡി എന്തിനാണ് ഈ കൊളസ്ട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ ഈ സെൽ മെംബ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലേ, അതിന് ഇത്തിരി ഒരു ഇൻറ്റഗ്രിറ്റി, ഒരു സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വൈറ്റമിൻ ഡിൻ്റെ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ സെക്സ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊജസ്ട്രോൺ, എസ്ട്രോജൻ, ഇതൊക്കെ ഈ സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ കൊളസ്ട്രോൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം. പക്ഷേ അത് കൂടുതൽ നമ്മുടെ ബോഡിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ആർട്ടറീസ് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ്. അതിനെ അതെറോസ്ക്ലെറോസിസ് എന്ന് പറയും. ആർട്ടീരിയോസ്ക്ലെറോസിസ്, അതെറോസ്ക്ലെറോസിസ് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യാൻ ഒരു അത്യാവശ്യം ഒരു സംഭവമാണ്. അൺഫോർച്ചുനേറ്റ്ലി കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ ഒരു സിംറ്റംസ് ഉണ്ടാവാറില്ല, അപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാവാൻ കുറെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ റെഗുലർ ബോഡി ചെക്കപ്പ്, എസ്പെഷ്യലി ആഫ്റ്റർ ദ ഏജ് ഓഫ് 30, നിങ്ങൾ റെഗുലർ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിപ്പിഡ് പ്രൊഫൈൽ അറ്റ്ലീസ്റ്റ് ഒരു മെൻഷൻ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വന്നു, അതെന്താണ് എന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയണുണ്ടാവില്ല. ഈ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിനെ ഇമാജിൻ ചെയ്യുക, ലിവർ ടു അതർ ടിഷ്യൂസ് ടു ലിവർ. ഈ കൊളസ്ട്രോൾ ഫോം ആവുന്നത് നമ്മുടെ ലിവറിലാണ്. ഇപ്പോൾ ഈ ലിവറിനെ കൊളസ്ട്രോളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ടു ദ അതർ ടിഷ്യൂസ് ഇസ് സംതിങ് കോൾഡ് ആസ് LDL, ലൈറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ്, ഫ്രം ടിഷ്യൂസ് ടു ദ ലിവർ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതൊരു ഇങ്ങനെ ഒരു ബസ് ട്രാൻസ്പോർട്ടേഷൻ ടൈപ്പ് ഒരു സിസ്റ്റമാണ്. അപ്പോൾ LDL ആണ് നമ്മുടെ മെയിൻ വില്ലൻ. അതാണ് ബ്ലോക്കേജ് ചെയ്യാനുള്ള കാരണം. പക്ഷേ ബ്ലോക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് HDL ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം. അതാണ് ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ. പക്ഷേ LDL ഇപ്പം അതൊരു മിസ്നോമറായി. ഇപ്പം ആരും അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. LDL നമ്മുടെ ബോഡീനെ അത്യാവശ്യം, ആസ് ഐ സെഡ് എർലിയർ, വൈറ്റമിൻ ഡി, ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ഇത്തിരി ഒരു എക്സ്പെർട്ടീസ് വേണം നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ. HDL കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ, LDL കൂടി കഴിഞ്ഞാൽ എന്താണ് LDLൻ്റെ ഇപ്പോൾ ഏതെങ്കിലും കാർഡിയോളജിസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ 70ൻ്റെ താഴെ തന്നെ പറയണം വെക്കുന്നത്, ടു മെയിൻറ്റെയിൻ ഇറ്റ് ബിലോ 70. ആൻഡ് HDL ഷുഡ് ബി മെയിൻറ്റെയിൻ അബൌട്ട് 40. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അത് യു ഹാവ് ടു എക്സസൈസ് റെഗുലർലി, യു ഹാവ് ടു ഈറ്റ് ഹെൽത്തി, ആൻഡ് യു ഹാവ് ടു ഇൻവോൾവ് സർട്ടൻ ഹെൽത്തി ഫാറ്റ്സ് ഇൻ യുവർ ഡേ ടു ഡേ ഡയറ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഡിസ്ലിപ്പിഡിമിയ, അതുപോലെ തന്നെ ഹൈപ്പർലിപ്പിഡിമിയ, ഇങ്ങനത്തെ സംഗതികളൊക്കെ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനെ നമ്മൾ എങ്ങനെയൊന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഡിസ്ലിപ്പിഡീമിയ, ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയ, ഇതൊക്കെ ഒരു അംബ്രല്ല ടേമാണ്. പറഞ്ഞാൽ എല്ലാം ഇതിൽ തന്നെ വരും. അപ്പം നിങ്ങളുടെ കൊളസ്ട്രോൾ കൺട്രോളിൽ, കൊളസ്ട്രോൾ ദർ ആർ മെനി ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ. ഒരു ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവും, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാവും, LDL, HDL. ഞാൻ LDL, HDL ഇപ്പോൾ തന്നെ പറഞ്ഞത്. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് കൊളസ്ട്രോൾ വരുന്നത്, എന്താ ഫാറ്റി സ്റ്റഫ് നമ്മൾ കഴിക്കുന്നത്, അത് നമ്മുടെ ബ്ലഡിൽ വരും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ യു ഹാവ് ടു ഡിഫൈൻ അക്കോർഡിംഗ്ലി. LDL കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയ, ട്രൈഗ്ലിസറൈഡ്സ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയാവും. ഡിസ്ലിപ്പിഡീമിയ പറഞ്ഞാൽ ഏതെങ്കിലും സംഭവം പറഞ്ഞാൽ LDL കൂടിക്കഴിഞ്ഞാൽ, HDL കുറഞ്ഞു കഴിഞ്ഞാൽ, is all dyslipidemia altogether.
ഇൻ ഫ്യൂച്ചർ നമുക്ക് ഈ ഒരു കൊളസ്ട്രോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലൈഫ് ത്രെറ്റനിങ് പ്രോബ്ലം ആയിട്ട് മാറാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട്? പറയാൻ പാടാ. കാരണം ഇപ്പം നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ പ്രശ്നം എന്താ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അപ്പം നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുക്കണം. ഒരു ചിലപ്പോൾ പേഷ്യൻ്റിന് മനസമാധാനം ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഇത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. വർക്ക് പ്രഷർ, എന്താണ് പേഴ്സണൽ ലൈഫ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഇഷ്ടം പോലെ സംഭവം ഉണ്ടാവും. ദാറ്റ് ക്യാൻ ഓൾസോ വേരി യുവർ കൊളസ്ട്രോൾ ലെവൽസ് ആസ് വെൽ. അപ്പോൾ ഇത്തിരി ഹോളിസ്റ്റിക് അപ്രോച്ച് എടുത്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു എ റെഗുലർ ചെക്കപ്പ് വിതിൻ 3 months. ദെൻ ആഫ്റ്റർ 1 year 6 months ഈ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ചെയ്ത് നോക്കണം. എന്താണ് അവരുടെ ട്രെൻഡ്സ്, ആർ ദേ ഡൂയിങ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വിച്ച് വാസ് ടോൾഡ് ടു ദം. കൊളസ്ട്രോൾ കുറയുണ്ടോ കൂടിയുണ്ടോ, അതൊക്കെ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ദർ ഈസ് നോ സ്പെസിഫിക് മാർക്കർ ടു സേ എന്താണ് ഇവരുടെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഹാർട്ട് കണ്ടീഷൻ. ഇപ്പോൾ 20 വർഷമായി ഈ ഒരു മാർക്കർ വന്നിട്ട് അപ്പോലൈപ്പോപ്രോട്ടീൻ ബി പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ഓഫ് യു ഹാവിങ് എ ഹാർട്ട് ഇഷ്യൂ. ദർ ഇസ് എ ഡെഫിനറ്റ് ചാൻസ്. അപ്പോൾ ലെറ്റ്സ് സേ യു ഹാവ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഓർ യു ഹാവ് സം പറഞ്ഞാൽ ഓൾറെഡി സിംറ്റംസ് ഉണ്ടാവും, ചെസ്റ്റ് പെയിൻ, ബ്രെത്ത്ലെസ്നെസ്, ദീസ് തിങ്സ്. ദെൻ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ അപ്പോലൈപ്പോപ്രോട്ടീൻ ചെയ്യാൻ, മനസ്സിലാക്കാം നിങ്ങളുടെ എന്താ സ്റ്റേറ്റസ്. പിന്നെ ഇഫ് യു ഹാവ് സംതിങ് കോൾഡ് ആസ് മെറ്റബോളിക് സിൻഡ്രോം, പറഞ്ഞാൽ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, യൂറിക് ആസിഡ് കൂടിയുണ്ട്, ബാക്കി ബ്ലഡ് പ്രഷർ ഉണ്ട്, ദെൻ ദർ ഇസ് എ 10% ചാൻസ് ദാറ്റ് യു മൈറ്റ് ഹാവ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഇൻ ദ നെക്സ്റ്റ് 5 years. അങ്ങനെയൊക്കെ ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ ഒരു പറഞ്ഞതുപോലെ ലിപ്പിഡിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സിൽ വരുന്ന ഫാറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണെങ്കിലും ഇതൊക്കെ നമ്മളുടെ ഏതൊക്കെ ഓർഗൻസിനാണ്? ഇപ്പം ഓഫ്കോഴ്സ് നമ്മൾ പറഞ്ഞു അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഈ ഒരു ബ്ലോക്ക് വരുന്നത് കൊണ്ട്. ഇനി അതുപോലെ തന്നെ ലിവറിനെ അത് ബാധിക്കാനുള്ള സാധ്യത. അതുപോലെ മറ്റേതൊക്കെ ഓർഗൻസിനാണ് അത് ഗ്രാജുവലി എഫക്ട് ചെയ്ത് വരുന്നത്? ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ നമുക്കറിയാം കണ്ണ്, നമ്മുടെ ഐസൈറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നീട് അത് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊളസ്ട്രോളിലേക്ക് വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നത്? കൊളസ്ട്രോൾ എവിടേക്കാ ബ്ലഡ് സപ്ലൈ പോകേണ്ട എല്ലാ ഓർഗനെ എഫക്ട് ചെയ്യും സത്യം പറഞ്ഞാൽ. പക്ഷേ ഹൈപ്പർ കൊളസ്ട്രോളേമിയയിൽ ദർ ആർ സ്പെസിഫിക് സൈൻസ്. പറഞ്ഞാൽ ആർക്കസ് സിനാലിസ് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിൻ്റെ ഐറിസ് ഉണ്ടാവില്ലേ, അത് വൈറ്റ് ആവും. അതങ്ങനെ ഒരു ഇത് സൈൻ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ണിൻ്റെ അടുത്ത് ഇത്തിരി കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ആവാൻ ചാണ്ടിട്ട് അതിന് സാന്തലിസ്മ എന്ന് പറയും. അപ്പൊ ഒരു ഐ ബാഗ് പോലെ വരും. ഐ ബാഗ് അല്ല, ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ യെല്ലോ കളർ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് കാണാം. അത് ഇറ്റ്സ് വെരി റെയർ, പക്ഷെ കാണാം. പിന്നെ സാന്തോമാറ്റ ലിഗമെന്റസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കയ്യിലൊക്കെ ഇങ്ങനെ സെയിം യെല്ലോ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ക്യാൻ എഫക്ട് മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ്, ഈവൻ ബ്രെയിൻ ടു സം എക്സ്റ്റെന്റ്. ഇത്തിരി ഇങ്ങനെ മരണം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ സിംറ്റംസ് ഉണ്ടാവും. അത് പറയാൻ പാടില്ല. ഇപ്പൊ ഈ അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ഒരു സഡൻ ഡെത്തിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു സ്റ്റോപ്പ് ഇങ്ങനെയുള്ള ഒരു മൊമെന്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നല്ലേ? സാധ്യതയുണ്ട്. പക്ഷെ ഇത് അഗൈൻ ഈവൻ ഫോർ എ ജനറൽ പ്രാക്ടീഷണർ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇങ്ങനെ പറയാൻ പാടാ എപ്പോഴും എന്ത് ചെയ്യണം, എന്തൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഹാർട്ട് കണ്ടീഷനെ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ദർ ആർ മെനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. പിന്നെ ഒരു മേസ് റിസ്ക് ഡേറ്റ ഉണ്ട്, പിന്നെ മേജർ അഡ്വേഴ്സ് കാർഡിയാക് ഇവന്റ്സ്, ഒരു ഇങ്ങനെ ഒരു കാൽക്കുലേറ്ററി ഫോർമുലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ക്യൂറിസ്ക് 3 പറഞ്ഞിട്ട് ഒരു ഫോർമുല ഉണ്ട്. ഇതൊക്കെ ഈ ഫോർമുല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് എ ഡെഫിനറ്റ് ഡേറ്റ. 8% ചാൻസ് ഉണ്ട്, 10% ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാം. അത് ദീസ് ആർ തിങ്സ് വിച്ച് വി റിലൈ അപ്പോൺ ഫോർ അവർ മെഡിക്കൽ പ്രാക്ടീസ്. പിന്നെ അത് ഓരോ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബോഡി മാസ് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതൊക്കെ അനുസരിച്ച് ഇത് ഡിഫറെന്റ് ആയിരിക്കും. ശരിയാ. ലൈക്ക് ചില ആൾക്കാർ സ്മോക്കേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർ ഇങ്ങനെ ആൽക്കഹോളിന് ഹാബിറ്റ് ഉണ്ടാവും, ചില ആൾക്കാർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, വെയിറ്റ് കൂടിയിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓൺ ദ കോൺട്രറി ഇങ്ങനെ ചില ആൾക്കാർ ലൈക്ക് at the age of 80 still they have a very high cholesterol, still they are staying alive. അപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എൻ്റെ അമ്മാവൻ at the age of 16 he started smoking, still he's 80, he's not dying. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യമുണ്ടാവും. അപ്പോൾ അത് ഇതൊക്കെ ഔട്ട്ലയേഴ്സ് ആണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റൻ്റെ പുറത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ പറയാൻ പാടില്ല. ആസ് എ ഫിസിഷ്യൻ യു ക്യാൻ ഓൺലി ബേസ് യുവർ ട്രീറ്റ്മെൻറ്റ്
on statistical data. നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ഇപ്പം നമ്മൾ പൊതുവേ എല്ലാവരും പറയുമല്ലോ, ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്? ഓക്കെ, സോ ഫുഡ് ഹാബിറ്റ്സ് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഫുഡ് ഹാബിറ്റ് എല്ലാവർക്കും അറിയാം എന്തൊക്കെ കഴിക്കണം. ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല, ഈ പൊറിച്ചത് കഴിക്കാൻ പാടില്ല, അത് എല്ലാവർക്കും അറിയാം സത്യം പറഞ്ഞാൽ. പക്ഷേ ദ തിങ് വിച്ച് വി ഡോണ്ട് നോ ഇസ് ദാറ്റ് ഫസ്റ്റ് തിങ് പാറ്റേൺ ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. പറഞ്ഞാൽ നിങ്ങളുടെ പ്ലേറ്റിൽ ഇപ്പോൾ കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും, കുറേ ഇങ്ങനെ ഹൈ ഫാറ്റി ഇങ്ങനെ വെജിറ്റബിൾസ് ഉണ്ടാവും. പിന്നെ ആവക്കാഡോ പറഞ്ഞ ഒരു സംഭവം, പിന്നെ പ്രോട്ടീനും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ഫസ്റ്റ് ഫൈബേഴ്സ് കഴിക്കണം, നിങ്ങളുടെ എന്താണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് കഴിക്കണം. പിന്നെ അത് കണ്ട് ഹൈ ഫാറ്റി സ്റ്റഫ് ലൈക്ക് ആവോക്കാഡോ ഓർ ബട്ടറോ എന്തെങ്കിലും അങ്ങനെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉള്ള സംഭവം അത് കഴിക്കണം. പിന്നെ പ്രോട്ടീൻസ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദർ ആർ സ്പെസിഫിക് ഡേറ്റാസ് വിച്ച് സജസ്റ്റ് ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ, അത് കുറയും. അപ്പോൾ കൊളസ്ട്രോൾ ആവാൻ ചാൻസസ് കുറവാണ്, നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആവാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. സെക്കൻഡ് തിങ്, ദ ഫുഡ് സ്റ്റഫ് വിച്ച് യു നീഡ് ടു ഈറ്റ് ഇൻവോൾവ് എനിത്തിങ് വിച്ച് ഇസ് ഇൻ ദ എന്താണ് എൻവയൺമെൻറ്റ്. പറഞ്ഞാൽ നമ്മുടെ നട്ട്സായി, പിന്നെ ഫ്രൂട്ട്സായി, വെജിറ്റബിൾസായി, റോ മീറ്റായി, ഇതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ഐ അഗ്രി. ഇത്തിരി ഹൈ ഫാറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ LDL ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ദെൻ യു നീഡ് ടു വേ ഔട്ട് യുവർ പ്രോസ് ആൻഡ് കോൺസ്. നിങ്ങളുടെ HDL ലെവലിലാണോ, പിന്നെ LDL കൂടുണ്ടോ, അറ്റ് വാട്ട് റേറ്റ് ഇറ്റ് ഇസ് ഇൻക്രീസിങ്, ആൻഡ് ദ ഫാറ്റ് വിച്ച് യുവർ നിങ്ങൾ കഴിക്കുന്ന ഡയറ്ററി ഫാറ്റ് അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ, അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ഔട്ട്. അതാണ് അങ്ങനെ ഒരു നോ ഫാക്ടർ ഉണ്ടോ? അതായത് ഇന്ന കാര്യം ഇത് ചെയ്യരുത്, കൊളസ്ട്രോളിന്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ കൊളസ്ട്രോൾ വരാൻ സാധ്യതയുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇന്ന സംഗതിയോട് നിങ്ങൾ നോ പറയണം, അങ്ങനെ എന്തെങ്കിലും ഒരു? സി, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് യു സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് അറ്റ് ദി ഏജ് ഓഫ് 16, ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു ടെൽ ദാറ്റ് യങ് ടീനേജർ ഇല്ല ഇപ്പോൾ സ്മോക്കിംഗ് നിർത്തണം, വേപ്പിംഗ് നിർത്തണം, ഇലക്ട്രോണിക് സിഗരറ്റ്സ് നല്ലതല്ല, ദാൻ just telling her okay, 1 cigarette a day is fine, 2 cigarette a day is fine. പിന്നെ അത് കൂടി പോയിക്കൊണ്ട് കിട്ടും. At the age of 32 1 cigarette can translate to 1 packet 2 packets. അപ്പോൾ പറയാൻ പാടാ. അപ്പോൾ to start with you can say no to alcohol. അത്ര പറഞ്ഞ ഒരു പാക്ക് കുഴപ്പമില്ല, 2 പാക്ക് കുഴപ്പമില്ല പറഞ്ഞിട്ട് അത് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്മോക്കിംഗ് സ്ട്രിക്റ്റ് നോ. തേർഡ് വൺ, എനി ട്രാൻസ് ഫാറ്റ്സ്. ഇപ്പോൾ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കില്ലർ എന്ന് പറയാം ട്രാൻസ് ഫാറ്റിന്. എനിത്തിങ് വിച്ച് യു ഓപ്പൺ വിത്ത് ദ പാക്കറ്റ്, പിന്നെ എൻ്റെ ബിസ്ക്കറ്റ്സ് ആയ ചിപ്സ് ആയ അതിൽ ട്രാൻസ് ഫാറ്റ്സ് കൂടി വരുത്തും, ഈ ഇൻഡസ്ട്രി കൂടി വരുത്തുന്നത്. കാരണം എന്താ, ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ക്യാൻ കൺസ്യൂം ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇത് ബെനിഫിറ്റ്സ് ഫ്രോം ഇറ്റ് ഇക്കണോമിക്കലി. പക്ഷേ ട്രാൻസ് ഫാറ്റ്സ് ഏറ്റവും ഡേഞ്ചറസ് സംഭവമാണ്, ഈവൻ വേഴ്സ് ദാൻ ഷുഗർ. അപ്പോൾ സൂക്ഷിച്ച് ഇരിക്കണം. ഇറ്റ്സ് എ സ്ട്രിക്റ്റ് നോ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഇപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്നത് ദുബായിലാണ്, അല്ലെങ്കിൽ ഇപ്പം GCCയിലുള്ളവരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കും. അവിടെ മാത്രമല്ല, ഇപ്പം നാട്ടിലാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് മാറി ഈ ഒരു സംഗതികളൊക്കെ. അപ്പം ഇതിനോടൊക്കെ ഒരു നോ പറയാന്ന് പറഞ്ഞത് എത്രമാത്രം പ്രാക്ടിക്കലാണ്? നമുക്ക് പ്രാക്ടിക്കൽ അല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം വരും. ആഫ്റ്റർ ഓൾ യു ആർ ഹ്യൂമൻ. സിനിമ കാണുന്ന സമയത്ത് പോപ്കോൺ വേണം കയ്യിൽ, നാച്ചോസ് വേണം കയ്യിൽ. ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് 100 dirhams 200 dirhams യു വിൽ ഹാവ് ടു ബൈ. അങ്ങനെ ഒരു ഇങ്ങനെ കമ്പൽഷൻ ഉണ്ടാവും. പക്ഷെ യു നീഡ് ടു ഹാവ് ഇറ്റ് ഇൻ സർട്ടൻ ലിമിറ്റേഷൻസ്. ആ സ്ട്രിക്റ്റ് നോ കാര്യം പറഞ്ഞാൽ ഈ ട്രാൻസ് ഫാറ്റ് ഒക്കെ ആണ്. പക്ഷെ ബട്ട് ദെൻ അഗൈൻ അൾട്ടിമേറ്റ്ലി യു ആർ ഹ്യൂമൻ. ഒരു കൊതി ഉണ്ടാവും, പിന്നെ ഈ ന്യൂട്ടെല്ല കഴിക്കാൻ, പിന്നെ ഒരു ചിപ്സിൻ്റെ പാക്കറ്റ് കഴിക്കാൻ എന്തെങ്കിലും കൊതി ഉണ്ടാവും. ബട്ട് ദെൻ യു നീഡ് ടു നോ യുവർ ഓൺ ലിമിറ്റേഷൻസ്. നാളെ നിങ്ങൾക്ക് ഡയബറ്റീസ് ആയി കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദാറ്റ് ടു മച്ച് ഷുഗർ ഇൻ യുവർ ബോഡി ക്യാൻ ബി പോയ്സണസ് ഫോർ യു. അപ്പോൾ അങ്ങനെ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇപ്പം ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവരെ ഈ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ബുദ്ധിമുട്ട് കംപ്ലയൻസ് ആണ്. പറഞ്ഞ് മനസ്സിലാക്കണം, ഐ അഗ്രി. ബട്ട് ദെൻ നാളെ ഞാനിപ്പോൾ ഒരു മെഡിസിൻ ഉണ്ട്, സ്റ്റാറ്റിൻ പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഇത് ഒരു നമ്മുടെ എൻസൈം HMG ഇൻഹിബിറ്റർ പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ട്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു മെഡിസിൻ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ കൂടില്ലേ നിങ്ങളുടെ ബോഡിയിൽ. ഇപ്പോൾ ഞാൻ ഒരു തവണ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റ് 1 മാസം കഴിഞ്ഞിട്ട്
എൻ്റെ ക്ലിനിക്കിൽ വേണ്ടി തന്നെ പറയും, ഡോക്ടറെ എൻ്റെ കൊളസ്ട്രോൾ ശരിയായി, ഇനി ഞാൻ ആ മെഡിസിൻ നിർത്തി. അപ്പോൾ അത് പാടാ, കാരണം അത് മനസ്സിലാക്കാൻ പാടാ പേഷ്യൻറ്റിന്. ഇത് ആൻഡ് ദർ ഇസ് എ ഗുഡ് ചാൻസ് ഈ കൊളസ്ട്രോൾ മെഡിക്കേഷൻസ് ആർ ലൈഫ് ലോങ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അപ്പോൾ കംപ്ലയൻസ് ആണ് ബുദ്ധിമുട്ട്. ഐ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് ഇഷ്ടമല്ല മെഡിസിൻസ് എടുക്കാൻ, ഒട്ടും ഇഷ്ടമല്ല. ഫോർ ഹൗ ലോങ് ആർ യു പ്ലാനിങ് ടു ടേക്ക് ഇറ്റ്, അതൊരു പേടി ഉണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സും, ഈ കാലത്തെ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആർ അഫോർഡബിൾ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് സേ ഈ സ്റ്റാറ്റിൻ്റെ മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് ആണ് മസിൽ പെയിൻ. You have two options. Either you decrease the dose of statins or ഒരു coenzyme Q പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും, അതൊരു സപ്ലിമെൻ്റ് ആണ്. അതെടുത്ത് കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് ആഡ്വേഴ്സ് എഫക്ട്സ് ആർ ലെസ്. അപ്പോൾ നൗ ഡേയ്സ് യു ക്യാൻ അഫോർഡ്, ഓക്കെ മെഡിസിൻ എടുക്കുക, ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ലൈഫ്, ലോഞ്ചിറ്റിവിറ്റി കൂട്ടും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ശരിയാവും. സോ ഇപ്പോൾ ആൾക്കാരും വെൽ ഇൻഫോംഡ് ആണ്, അവർ തിരിച്ചു പറയും ഇങ്ങനെ ഡോക്ടർ ഈ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങിയത്, ഇത് ഇന്ന് തുടങ്ങാത്ത. യു ഹാവ് ടു എക്സ്പ്ലെയിൻ, യു ഹാവ് ടു ബി അപ്ഡേറ്റഡ് യുവർ സെൽഫ്. അപ്പോൾ അങ്ങനെയാണ് ആ കംപ്ലയൻസ് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ബട്ട് ദെൻ ഇറ്റ്സ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കംപ്ലീറ്റ്ലി. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ട്സിന്റെ ഷെൽഫ് ലൈഫ് കൂടുന്തോറും നമ്മുടെ ലൈഫ് കുറയും എന്നുള്ളതാണ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് സാധാരണ പറയുന്നതാണ്, ഇപ്പൊ ഇത്തിരി ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയും കൊളസ്ട്രോൾ വേഗം വരും കേട്ടോ. അപ്പം വളരെ ലീൻ ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒന്നും ദേഹത്ത് പിടിക്കില്ല, കഴിക്കുന്നൊന്നും, അങ്ങനെ നമ്മളൊരു കമ്പാരിസൺ നടത്തും. പക്ഷേ ഇപ്പം നോക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു വെയിറ്റ് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വളരെ ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോളിനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ബോഡി വെയിറ്റ് വെച്ച് കൊളസ്ട്രോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അത് മിസ്കൺസെപ്ഷനാണ്. കാരണം ഈവൻ ഇഫ് യു ആർ ഇൻ ദ ഐഡിയൽ ബോഡി വെയിറ്റ് കൊളസ്ട്രോളിന് കൂടാൻ ചാൻസസ് ഉണ്ട്. റീസൺസ് ആർ അൺനോൺ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറെ കോവിഡ് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കുറെ ഇങ്ങനെ പറഞ്ഞാൽ 1920s മൊത്തട്ട് ഒരു കുറെ സയന്റിസ്റ്റ് ഉണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ കൊളസ്ട്രോൾ ചാൻസസ് കൂടുന്നുണ്ട്, എക്സെട്ര എക്സെട്ര. ദർ ആർ മെനി തിയറീസ്. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ദർ ഇസ് നോ കോറിലേഷൻ. നിങ്ങൾ ലീൻ ആയാലും നിങ്ങളുടെ തടി കൂടിയാലും നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ റിസ്ക് ഉണ്ടാവും. അപ്പോൾ പറയാൻ പാടാം. നോ വൺ നോസ് ദ ആക്ച്വൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്. പക്ഷെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ പറഞ്ഞാൽ ഈ ഫാമിലിന്ന് പാസ് ഓൺ ചെയ്യുന്ന സംഭവമാണ് ഹെറിഡിറ്ററി, പാരമ്പര്യം. അപ്പോൾ ഇങ്ങനെ ഫാമിലിന്ന് പാസ് ഓൺ ആവുന്ന സംഭവമാണ് കൊളസ്ട്രോൾ മോസ്റ്റ്ലി. അപ്പോൾ അഗൈൻ കഷ്ടപ്പാട് ഇല്ലെന്ന് പറഞ്ഞത് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഒരു തവണ ലൈക്ക് ആഫ്റ്റർ ദ ഏജ് ഓഫ് 30 ഇഫ് യു ഡു എ റൂട്ടീൻ ചെക്കപ്പ്, അയ്യോ കൊളസ്ട്രോൾ കൂടി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അവർ ആ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ ടെൻഷൻ കൂടും. പിന്നെ ആ ടെൻഷൻ കൂടുമ്പോൾ കൊളസ്ട്രോൾ ഇനിയും കൂടും. പിന്നെ അങ്ങനെ ഒരു ഇറ്റ് ബിക്കംസ് എ വിഷ്യസ് സൈക്കിൾ. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനിയിപ്പം നമ്മളൊരു ഏജ് ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 30 വയസ്സിന് ശേഷം നമ്മൾ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലാതെ ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രായത്തിന് മുകളിൽ ഇപ്പം ഇത്ര ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അളവ് അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് കുറയും. അങ്ങനെ ഒരു സർട്ടൻ ഏജ് ഗ്രൂപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അറ്റ് ദി ഏജ് ഓഫ് 30 ആണ് ഒരു ബെഞ്ച് മാർക്ക് വെച്ചേക്കുന്നത്. കാരണം ഇപ്പോൾ നൗ പീപ്പിൾ ആർ ഗെറ്റിംഗ് വേ അവെയർ. At the age of 18 അവർ apolipoprotein B ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ അറ്റ് എ ഹയർ റിസ്ക്. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഓപ്ഷൻ. ബട്ട് ദെൻ ആ സിനാരിയോ ഒക്കെ നോക്കിയിട്ട് അത് ഇങ്ങനെ വേ ഔട്ട് ചെയ്യണം. ബട്ട് ബെഞ്ച് മാർക്ക് ഈസ് അറ്റ് ദി ഏജ് ഓഫ് 30 യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് അറ്റ്ലീസ്റ്റ് യുനോ ഒരു ബ്ലഡ് പ്രഷർ ചെക്കപ്പോ പിന്നെ ഫുൾ ബോഡി ചെക്കപ്പോ ഒരു ECG വൺസ് എ ഇയർ. ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത്. ബെറ്റർ ലേറ്റ് ദെൻ നെവർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദ യുനോ ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആ മോഡേൺ മെഡിസിൻ്റെ. നമ്മൾക്ക് അറിയാം എന്താണ് പ്രശ്നം. വി ക്യാൻ ഈസിലി പോയിന്റ് ഔട്ട് എന്താണ് നമ്മുടെ ബോഡിയിൽ പ്രശ്നം, എന്താണ് നടക്കുന്നത്, അത് ഈസിലി പോയിന്റ് ഔട്ട് ചെയ്യുക. ഓൾദോ ദർ മൈറ്റ് ബി നോ മെഡിക്കേഷൻ ഫോർ ഇറ്റ്, ബട്ട് ദെൻ അറ്റ്ലീസ്റ്റ് വിൽ നോ. നമുക്ക് സൂക്ഷിച്ചിരിക്കണം ഈ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടിയുണ്ട്, ഭക്ഷണത്തിൽ ഇത്തിരി ഓയിലൊക്കെ കുറയ്ക്കണം. അങ്ങനെ അറ്റ്ലീസ്റ്റ് വിൽ ഹാവ് എൻ ഐഡിയ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത് ഹെറിഡിറ്ററി, ഇപ്പം ഫാമിലി പരമായിട്ട് നമുക്കിത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം ഇൻ കേസ് ഇപ്പം എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? പ്രിക്കോഷൻസ് പറഞ്ഞാൽ അഗൈൻ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യണം. ചില ജനറ്റിക് ഡിസോർഡേഴ്സ് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ആയിക്കഴിഞ്ഞാൽ മക്കളിനാവാൻ ചാൻസസ് കൂടുതലാണ്. അന്നെ ഓട്ടോസോമൽ ഡോമിനന്റ് ഒരു ഡിസീസ് ഇങ്ങനെ പറയും. അച്ഛനായി കഴിഞ്ഞാൽ മക്കളിനാവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയും ചില ഒരു ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അക്കോർഡിംഗ്ലി അതങ്ങനെ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പറയണം. തുടക്കത്തിൽ തന്നെ
ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ചില ക്യാൻസർസ് ഉണ്ടാവും വിച്ച് ആർ ഹെറിഡിറ്ററി. ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മാർക്കർ ഉണ്ടാവും. കൊളസ്ട്രോളിൽ ഇങ്ങനെ ലൈപ്പോപ്രോട്ടീൻ ബി ഉണ്ട്. അത് ഇഫ് യു ഹാവ് ഇറ്റ് ദർ ഇസ് 10 to 10 times റിസ്ക് കൊളസ്ട്രോൾ ആവാൻ ചാൻസ് ഉണ്ട്. പ്ലസ് യു വിൽ ഹാവ് സംതിങ് റിലേറ്റഡ് ടു യുവർ ഹാർട്ട്. അപ്പോൾ അത് അങ്ങനെ അഗൈൻ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല, കൂടുതൽ കൂടാൻ പാടില്ല. ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും ലൈക്ക് LDL. അത് ഇപ്പോൾ ഏതെങ്കിലും കാർഡിയോളജിസ്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബിലോ 70. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ലാബിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബിലോ 100. ബി അക്സെപ്റ്റഡ് അറ്റ് എ ബെഞ്ച് മാർക്ക് ഓഫ് 120-130. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദൻ 200-250. അപ്പോൾ നല്ല റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ യു നീഡ് ടു ഇവാലുവേറ്റ് ദ എൻറ്റയർ സിനാരിയോ. നിങ്ങളുടെ HDL കുറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ഓഫ് യു ബീങ് ഇൻസുലിൻ സെൻസിറ്റീവ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ടെസ്റ്റ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഇഫ് യു നോ ഹൗ ടു റീഡ് ഇറ്റ്, നിങ്ങൾക്ക് അറിയാം ഇയാൾ ഒന്നും എക്സസൈസ് ചെയ്യുന്നില്ല, ഭക്ഷണം ശരിക്കും കഴിക്കില്ല, ട്രൈഗ്ലിസറൈഡ്സ് കൂടി പോകും. അപ്പോൾ മനസ്സിലാവും ഭക്ഷണം ശരിയല്ല ഇയാളുടെ. ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, മോച്ചായൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഹീസ് എ സ്മോക്കർ. അങ്ങനെയൊക്കെ പറയാം. ഇറ്റ്സ് വെരി ഈസി ഇഫ് യു നോ ഹൗ ടു റീഡ് ഇറ്റ്. സത്യം പറഞ്ഞാൽ ഓക്കെ. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന, സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ പറ്റാത്ത മെസ് ഫുഡൊക്കെ കഴിക്കുന്ന, നോട്ട് മീ. അപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥിരം അവർ രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, ചിലപ്പോൾ കുക്ക് ചെയ്യാൻ സമയം ഉണ്ടായാലും പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇത് ഫിക്സ് ചെയ്യണം. ഇനി വരുന്നവർക്ക് അത് എങ്ങനെയെങ്കിലും ഈ ഒരു അസുഖം വരാതിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് എന്താ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു മാറ്റം ഡോക്ടർ എന്താ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുക? ഈ മോഡേൺ സൊസൈറ്റീൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരിക്കുന്നത്, ഇപ്പോൾ US പോയി കഴിഞ്ഞാൽ ഇഫ് യു വോണ്ട് ടു ഓർഡർ എ സാലഡ്, അത് ഒരു $10 സാലഡ് എന്തെങ്കിലും ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ സാലഡ് ഷോപ്പിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ടാവും, $1 പിസ്സ. അപ്പം വിച്ച് വൺ വുഡ് യു ചൂസ്? നിങ്ങൾ $1 പോയിട്ട് ഭക്ഷണം ഓബ്വിയസ്ലി. സോ ഒരു കൺവീനിയൻസ് ഉണ്ടാവും. അത് സ്വന്തമായിട്ട് വരണം. ഓക്കെ, ഈവൻ ദോ ഇറ്റ് ഈസ് കോസ്റ്റിംഗ് ചീപ്പ് ബട്ട് ഇറ്റ്സ് കോസ്റ്റിംഗ് എ ലോട്ട് ടു യുവർ ലൈഫ്. അതൊരു സ്വന്തമായിട്ട് ഒരു ഫീലിംഗ് വരണം. അത് പാടാണ്, ഐ അഗ്രി. ബട്ട് അതുകൊണ്ടാണ് ഇന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ ലൈഫ് സ്റ്റൈൽ ഇസ്. എങ്ങനെ ജീവിക്കണം. യു ഹാവ് എൻ ഓപ്ഷൻ ഓഫ് ടേക്കിംഗ് എൻ എലിവേറ്റർ ഓർ എ സ്റ്റെയർസ് എടുത്ത് കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ടാവും, ഐ അഗ്രി. പക്ഷെ ഒരു എക്സസൈസ് ആയി, അതൊരു ലൈഫ് സ്റ്റൈലാണ്. സോ യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ദം. അത് ഒരു 4 second റൂൾ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. നിങ്ങളുടെ ഉമ്മറത്ത് ഒരു ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒരു സാലഡാണെങ്കിൽ സൂക്ഷിച്ച് ഒരു ജസ്റ്റ് ടേക്ക് 4 seconds ഓഫ് യുവർ ലൈഫ്. അണ്ടർസ്റ്റാൻഡ് ഈ ഭക്ഷണം കഴിച്ചാൽ നല്ലതാണോ, ഈ ഭക്ഷണം കഴിച്ചാൽ നല്ലതാണോ. അത് ആ ഡിസിപ്ലിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ഇത് പറഞ്ഞ ആള് സത്യം പറഞ്ഞാൽ KFC കഴിക്കാൻ ഇഷ്ടമാണ്, ഇത് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. ഐ അഗ്രി. സി അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ഹ്യൂമൻസ്. ബട്ട് ദെൻ ഇഫ് യു വാണ്ട് ദാറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് യു ഷുഡ് ഹാവ് ദാറ്റ് ഡിസിപ്ലിൻ. ഞാനിപ്പോ അതാണ് ആലോചിച്ചത്. ഇത് പറയുന്ന ആള് ഓക്കെ ആയിരിക്കും, ഇത് കേട്ട് ഇത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാനും ഇനി തൊട്ട് മാറണമല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ. നമ്മളപ്പം ബുദ്ധിപരമായിട്ട് ചൂസ് ചെയ്യുക, വൈസ്ലി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നോട്ട് ഓൺലി ഫുഡ് സ്റ്റഫ്, പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ ഡിസിഷൻസ് ഉണ്ട് അതൊക്കെ വൈസ്ലി ഇങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ ടൈം. യു ഹാവ് പ്ലെൻറ്റി ഓഫ് ഓഫേഴ്സ്, യു ഹാവ് ടു ടേക്ക് യുവർ ഓൺ ടൈം. എന്താണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഇരിക്കുന്നത്, എന്താണ് ഇതെന്തായിരിക്കും കഷ്ടപ്പാട്, ഇസ് ഇറ്റ് ടേക്കിംഗ് ടു മച്ച് ടൈം ഈവൻ ദോ ഇറ്റ്സ് പേയിങ് എ ലോട്ട്. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് തന്നെ ടൈം എടുത്തിട്ട് ആലോചിക്കണം. അതാണ് അപ്പം ഇന്ന് ഡോക്ടർക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് സഫർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡോക്ടർ ലേക്ക് NMC മെഡിക്കൽ സെന്റർ ബുഹൈറയിൽ നിന്ന് അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പോയി അപ്പോയിൻമെന്റ് എടുത്ത് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാം. അതല്ലാതെ അദ്ദേഹം വളരെ ജെന്യുവനായിട്ട് പറയുന്നു നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് എന്താണ് ഉള്ളിലേക്ക് പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി അറിഞ്ഞ് നമ്മൾ ചെയ്യണം എന്നുള്ളത്. തുറന്ന് പറഞ്ഞു, പക്ഷെ ലീഗൽ പ്രൊസീജിയേഴ്സ് കാണും, ഞാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട്
Do visit me in the clinic. അപ്പം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നമുക്ക് NMC മെഡിക്കൽ സെന്റർ ബുഹൈറയിൽ ഡോക്ടർ ലേഖിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം റേഡിയോ ക്ലിനിക്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുമായിട്ട് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫ്രം റേഡിയോ കേരളം 1476 AM. Pleasure is all mine. താങ്ക് യു. അപ്പോൾ എന്തായാലും മറ്റൊരു അവസരത്തിൽ നമുക്ക് ഇനിയും മറ്റു വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ കേരളം 1476 AM. അപ്പം ഇപ്പം നമ്മൾ റേഡിയോ ക്ലിനിക്കിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. KL 1476 നമ്മൾ വീണ്ടും വരും. സ്റ്റേ ട്യൂൺ. Radio Kerala 1476